ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥകൾക്കെതിരെ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ഇതൊരു കൊലപാതകമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഈ അശ്രദ്ധയോടുകൂടി ഈ കൈകാര്യം ചെയ്ത ആളുകളുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം, നടപടി സ്വീകരിക്കണം മന്ത്രി. ഈ കാര്യത്തിൽ മന്ത്രി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഇത്രയധികം നിരുത്തരവാദപരമായ സമീപനമെടുത്തുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ റിപ്പോർട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നു. റിപ്പോർട്ട് വാങ്ങി എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? മന്ത്രി വീണ ജോർജ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്തെങ്കിലും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം എടുക്കുന്ന മന്ത്രിയാണെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. രാജിവെച്ച് പുറത്തു പോകണം. RB സനൂപ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. RB സനൂപ്, ഈ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടോ? നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ് അവിടെ? വലിയ സംഘർഷത്തിലേക്കൊന്നും ഈ പ്രതിഷേധം പോയിട്ടില്ല പക്ഷേ ഈ ചെറിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. പോലീസുമായിട്ടുള്ള തർക്കമൊക്കെ ഉണ്ടാവുകയും പോലീസ് ഒരു തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണു എന്ന രോഗി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ഉദ്ഘാടനം ചെയ്തത് മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള PS ശിവകുമാർ. അദ്ദേഹം പറഞ്ഞത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 6 ദിവസം വേണുവിനെ ആരും തിരിഞ്ഞു നോക്കിയില്ല. എന്തൊരു ദുരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കൊലക്കുറ്റത്തിന് വേണം കേസെടുക്കാൻ. അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മന്ത്രി വീണ ജോർജ് തയ്യാറാവണം, രാജിവെച്ച് പുറത്തു പോകണമെന്നുള്ള ആവശ്യമാണ് PS ശിവകുമാർ മുന്നോട്ട് വെച്ചത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ പ്രവർത്തകർക്ക് നേരെ ഒരു തവണ മാത്രമേ ജലപീരങ്കി പ്രയോഗിച്ചുള്ളൂ. പക്ഷേ ആ പ്രയോഗിച്ച വെള്ളം അത് ചെളിവെള്ളമായിരുന്നു. ചെളിവെള്ളമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയിൽ നിന്ന് പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ നാട് നീളെ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിലാണോ യൂത്ത് കോൺഗ്രസുകാരുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം കൂടി PS ശിവകുമാർ മുന്നോട്ട് വെച്ചായിരുന്നു. ശരി, RB സനൂപാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.